നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുണ്ഠ ഏകാദശി. ഏകാദശികളിൽ ഏറ്റവും പ്രധാനമായത് വൈകുണ്ഠ ഏകാദശിയാണ്. ഇതിനെ സ്വർഗവാതിൽ ഏകാദശി എന്നും അറിയപ്പെടുന്നു. ഈ ദിവസം വ്രതം നോറ്റ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ നല്ലതാണ്. പൂജകൾ പ്രാർത്ഥനകൾ ചെയ്ത് മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് ഐതിഹ്യം. താന്ത്രിക ആരാധനയിൽ ദേവതമാരുടെ ഭാവങ്ങൾക്കനുസരിച്ച് മന്ത്രശബ്ദങ്ങൾക്ക് മാറ്റമുണ്ടാകും. ഒരു ദേവത തന്നെ അനേകം ഭാവങ്ങളിൽ പ്രത്യേകമായി ആരാധിക്കപ്പെടുന്നു. എന്നാൽ സാധാരണ നാമജപങ്ങളിൽ ഇത്തരം ഭാവഭേദങ്ങൾക്ക് പ്രസക്തിയില്ല. ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ജയ ഗോവിന്ദ ഗോവിന്ദ. ഭക്തജനപ്രിയ ഗോവിന്ദ പങ്കജലോചന ഗോവിന്ദ. ഭക്തജനപ്രിയ പങ്കജലോചന പരമാനന്ദ ഗോവിന്ദ. മത്സ്യകളേബര ഗോവിന്ദ വത്സകപാലക ഗോവിന്ദ. മത്സ്യകളേബര വത്സകപാലക ശ്രീവത്സാംഗിത ഗോവിന്ദ. ധർമ്മപരാശ്രയ ഗോവിന്ദ കർമ്മവിനാശന ഗോവിന്ദ. ധർമ്മപരാശ്രയ കർമ്മവിനാശന കൂർമ്മതനോജയ ഗോവിന്ദ. ധൃതകിടിമൂർത്തേ ഗോവിന്ദ ഹൃദജഗദാർത്ഥേ ഗോവിന്ദ. ധൃതകിടിമൂർത്തേ ഹൃദജഗദാർത്ഥേ ഹൃദശുഭകീർത്തേ ഗോവിന്ദ. നരഹരി വിഗ്രഹ ഗോവിന്ദ നമിതാമരവര ഗോവിന്ദ. നരഹരി വിഗ്രഹ നമിതാമരവര ഗദരിപു സഞ്ജയ ഗോവിന്ദ. വാമനമൂർത്തേ ഗോവിന്ദ പാവനകീർത്തേ ഗോവിന്ദ. വാമനമൂർത്തേ പാവനകീർത്തേ മോഹനകീർത്തേ ഗോവിന്ദ. ഭർഗമുഖാശ്രയ ഗോവിന്ദ ഗർഗനിഷേവിത ഗോവിന്ദ. ഭർഗമുഖാശ്രയ ഗർഗനിഷേവിത ഭാർഗവരാമ ഗോവിന്ദ. ദശരഥനന്ദന ഗോവിന്ദ ദശമുഖനാശന ഗോവിന്ദ. ദശരഥനന്ദന ദശമുഖനാശന ശതമുഖസേവിത ഗോവിന്ദ. സീരവരായുധ ഗോവിന്ദ വാരിജലോചന ഗോവിന്ദ. സീരവരായുധ വാരിജലോചന കാരണപുരുഷ ഗോവിന്ദ. കൃഷ്ണകൃപാലയ ഗോവിന്ദ വൃഷ്ണികലേശ്വര ഗോവിന്ദ. കൃഷ്ണകൃപാലയ വൃഷ്ണികുലേശ്വര ജിഷ്ണുസുതസുഖ ഗോവിന്ദ. ദുഷ്കൃതനാശന ഗോവിന്ദ സൽക്കലപാലക ഗോവിന്ദ. ദുഷ്കൃതനാശന സൽക്കലപാലക ഖഡ്ഗിശരീര ഗോവിന്ദ. കമലാവല്ലഭ ഗോവിന്ദ
കമലവിലോചന ഗോവിന്ദ കമലാവല്ലഭ കമലവിലോചന കലിമലമോചന ഗോവിന്ദ വസുദേവാത്മജ ഗോവിന്ദ വാസവമദഹര ഗോവിന്ദ വസുദേവാത്മജ വാസവമദഹര വസുധാവല്ലഭ ഗോവിന്ദ നന്ദകുമാരക ഗോവിന്ദ വൃന്ദാവനചര ഗോവിന്ദ നന്ദകുമാരക വൃന്ദാവനചര വന്ദിതജനവര ഗോവിന്ദ കൽമഷനാശന ഗോവിന്ദ ജന്മവിനാശന ഗോവിന്ദ കന്മഷനാശന ജന്മവിനാശന സന്മയ ചിന്മയ ഗോവിന്ദ നിശ്ചല നിഷ്കള ഗോവിന്ദ നിത്യനിരാമയ ഗോവിന്ദ നിശ്ചല നിഷ്കള നിത്യനിരാമയ നിർമ്മല നിരുപമ ഗോവിന്ദ സീതാവല്ലഭ ഗോവിന്ദ രാധാവല്ലഭ ഗോവിന്ദ സീതാവല്ലഭ രാധാവല്ലഭ ഭാമാവല്ലഭ ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഹരിനാരായണ ജയനാരായണ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ. ശബരിമലയിൽ മണ്ഡലപൂജ കഴിഞ്ഞ് നടയടച്ചു കഴിഞ്ഞു. ഒരു മണ്ഡലകാലത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെയും തീർത്ഥാടനത്തിന്റെയും കാലമായിരുന്നു അത്. 41 ദിനങ്ങളാണ് ഒരു മണ്ഡലകാലം. ശബരിമലയിൽ ഇനി നട തുറക്കുന്നത് മകരസംക്രമ പൂജയുമായി ബന്ധപ്പെട്ട തീർത്ഥാടനത്തിനാണ്. എന്താണ് മണ്ഡലപൂജയുടെ പ്രത്യേകതകൾ, എന്താണ് മകരവിളക്ക്, ഇവയെക്കുറിച്ചറിയാൻ ഇനി നമുക്ക് കഥയമ്മ കേൾക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. സ്വാമിയെ നമ്മൾ പോയി കാണുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള മുഹൂർത്തങ്ങൾ ചിലപ്പോൾ നമുക്ക് ദർശിക്കാനുള്ള അവസരം കിട്ടും. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുക ഭഗവാന്റെ നിർമ്മാല്യമാവും, ചിലപ്പോൾ കാണാൻ പറ്റുക ഭഗവാന്റെ നെയ്യഭിഷേകമാവും, ചിലപ്പോൾ കാണാൻ പറ്റുക ഭഗവാന്റെ ഉച്ചപൂജയാവും, പുഷ്പാഭിഷേകമാവും, കളഭാഭിഷേകമാവും. ഇതൊക്കെ കാണുന്നത് വളരെയധികം പുണ്യമാണ്. എന്നാൽ ഒരു വ്രതകാലഘട്ടത്തിൻ്റെ അവസാനം മണ്ഡലം 41 വളരെ വിശേഷപ്പെട്ട ഒരു പൂജ ഭഗവാന് നടക്കാറുണ്ട്. ആ വ്രതകാലഘട്ടത്തിൻ്റെ അവസാനമാണത്. അത് മറ്റൊന്നും തന്നെയല്ല, സാക്ഷാൽ മണ്ഡല പൂജയാണ്. ആ മണ്ഡല പൂജയെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കുന്നത്. 41 ദിവസമാണ് ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിൽ മാറ്റിവെക്കേണ്ടത് എന്ന് പറയാറുണ്ട്. 41 ദിവസം നിഷ്ഠയായിട്ട് വ്രതമെടുത്ത് മാലയിട്ട് കെട്ട് നിറച്ച് ഇരുമുടിയായിട്ട് വരുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഭഗവാനെ കാണാനുള്ള അർഹതയുള്ളൂ എന്നാണ് ഭഗവാൻ പറയാറുള്ളത്. ഇന്ന് ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ അതിൽ ചില വീഴ്ചകളൊക്കെ വരുത്താറുണ്ട്. അതൊക്കെ ഭഗവാൻ ക്ഷമിക്കട്ടെ. എങ്കിലും ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രീതി. അങ്ങനെ ഈ വൃശ്ചികം 1 തുടങ്ങുന്ന തീർത്ഥാടന കാലത്തിൻ്റെ മണ്ഡല തീർത്ഥാടന കാലത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് സന്നിധാനത്ത് നടക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു പൂജയാണ് മണ്ഡല പൂജ. ഈ മണ്ഡല പൂജയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന് വിശേഷപ്പെട്ട ഒരു ഗോളക ചാർത്തിക്കൊണ്ടാണ് മണ്ഡല പൂജ നടക്കുന്നത്. എന്താണ് ആ ഗോളക, അത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. തിരുവിതാംകൂർ മഹാരാജാവ് ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ഭഗവാന്റെ ഗോളകയാണ്. അതിനെ നമ്മൾ വിളിക്കാറുള്ളത് തങ്കയങ്കി എന്നാണ്. ഇത് സൂക്ഷിച്ചിട്ടുള്ളത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. അവിടെ നിന്ന് ഇത് എഴുന്നള്ളിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുവന്ന് മണ്ഡല പൂജ സമയത്ത് ഇത് ചാർത്തിക്കൊണ്ടാണ് ഭഗവാന് ഈ പ്രധാനപ്പെട്ട പൂജയായിട്ടുള്ള മണ്ഡല പൂജ നടക്കുന്നത്. അപ്പോൾ ഭഗവാൻ അല്ലെങ്കിലേ ചൈതന്യത്തിൻ്റെ അങ്ങേയറ്റമാണ്. ഭഗവാന്റെ ആ വിഗ്രഹത്തിൽ ഈ തങ്കയങ്കിയുടെ കാന്തി കൂടി ആവുന്ന സമയത്ത് ആ ദർശന സൗഭാഗ്യം ലഭിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ആ നിമിഷം തന്നെ പരമമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അത്രയധികം ചൈതന്യത്തോടു കൂടി ഭഗവാനെ നമുക്ക് തൊഴാൻ പറ്റുന്നൊരു സമയമാണ്
മണ്ഡല പൂജാ സമയം. ഈ സമയത്ത് നിരവധിയായിട്ടുള്ള ദിവ്യമുഹൂർത്തങ്ങൾ സന്നിധാനത്ത് ഉണ്ടാവും. തങ്കയങ്കിയെ ഒരു കൃഷ്ണപ്പരുന്ത് അനുഗമിക്കുമെന്നാണ് പറയുക. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആ തങ്കയങ്കിയുടെ ഘോഷയാത്ര ശരണഘോഷങ്ങൾക്കിടയിൽ പുറപ്പെടുമ്പോൾ തൊട്ട് സന്നിധാനത്ത് എത്തുന്നത് വരെ ഒരു കൃഷ്ണപ്പരുന്ത് അതിൻ്റെ കൂടെ സഞ്ചരിക്കും എന്നുള്ളതൊക്കെ ദൃഷ്ടാന്തമാണ്. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് പ്രത്യക്ഷത്തിൽ ഉണ്ടാവും എല്ലാ കാലത്തും എന്നുള്ളതിന് ഇതിനേക്കാട്ടിലൊക്കെ വലിയ എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അങ്ങനെയുള്ള ആ തങ്കയങ്കി ചാർത്തിയിട്ടുള്ള ഭഗവാന്റെ ആ പ്രധാനപ്പെട്ട പൂജ, മണ്ഡല പൂജ നടക്കുന്നത് തൊഴാനായിട്ട് നിരവധിയായിട്ടുള്ള ഭക്തരാണ് അന്നേ ദിവസം ശബരിമലയിൽ എത്താറുള്ളത്. ഈ സമയത്ത് പ്രധാനപ്പെട്ട ചില അഭിഷേകങ്ങൾ എല്ലാം തന്നെ ഭഗവാന് നടക്കാറുമുണ്ട്. ആ മണ്ഡല പൂജയുടെ അവസാനം ഭഗവാന്റെ മണ്ഡലകാലത്തിൻ്റെ പരിസമാപ്തി അവിടെ കുറിക്കുകയാണ്. പിന്നീട് മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് പിന്നീട് ക്ഷേത്രനട വീണ്ടും തുറക്കുന്നത്. അപ്പോൾ വൃശ്ചിക മാസം എന്ന് നമ്മൾ പറയുന്നത് തന്നെ മണ്ഡലകാലം എന്ന് നമ്മൾ പറയുക, അല്ലേ? ഈ വൃശ്ചിക മാസത്തിന് തന്നെ ഭഗവാന്റെ ഒരു ഗന്ധമാണ്. ഭഗവാന്റെ ഭസ്മത്തിൻ്റെയും ഭഗവാന്റെ കളഭത്തിൻ്റെയും ഒക്കെ ഒരു ഗന്ധമാണ് സമൂഹത്തിൽ മുഴുവനായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അതിൻ്റെ ഒരു പരകോടിയാണ് മണ്ഡലപൂജ. ആ സമയത്ത് സന്നിധാനത്ത് നമ്മൾ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക ഭഗവാന്റെ വേദവാക്യം തന്നെയാണ്. എന്ത്? ആ സന്നിധാനത്ത് നിങ്ങൾ ചെന്ന് കാണുന്ന ഞാൻ എന്ന് പറയുന്ന മൂർത്തി നിങ്ങളിൽ ഉള്ളിൽ ഓരോരുത്തരിലുമുണ്ട് എന്ന് ഭഗവാൻ പറയാതെ പറയുന്നതായിട്ട് മണ്ഡലപൂജ സമയത്ത് അവിടെ നിൽക്കുന്ന ഓരോ ഭക്തനും പ്രത്യക്ഷത്തിൽ അത് അനുഭവിക്കാൻ സാധിക്കും. അതിലേക്ക് വേണ്ടി മാത്രം പോകാൻ കാത്തിരിക്കുന്ന നിരവധിയായിട്ടുള്ള ഭക്തരുണ്ട്. അന്നേ ദിവസം മാത്രമേ ഭഗവാനെ തൊഴുള്ളൂ എന്ന് കരുതി അതിനുവേണ്ടി കാത്തിരിക്കുന്ന നിരവധിയായിട്ടുള്ള ഭക്തന്മാരുണ്ട്, ഭക്തകളുണ്ട്. അവർക്കെല്ലാവർക്കും ഈ മണ്ഡലപൂജ സമയത്ത് ഭഗവാനെ സുഗമമായിട്ട് ദർശിക്കാനുള്ള അവസരം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടുണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എങ്ങനെയാണോ ആ മകരവിളക്ക് ദിവസം ഭഗവാൻ തിരുവാഭരണം അണിഞ്ഞ് ഒരു രാജകുമാരനായിട്ട് എല്ലാവർക്കും ദർശനം നൽകുന്നത്, അതുപോലെ ആ തങ്കയങ്കി ചാർത്തിക്കൊണ്ട് തന്നെ കാണാൻ വരുന്ന ഭക്തർക്കൊക്കെ തന്നെ തൻ്റെ രൂപം കൊണ്ട് ഭഗവാൻ സൗഖ്യം കൊടുക്കുന്നു. ആ ദിവ്യമായിട്ടുള്ള രൂപം കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രാരാബ്ധങ്ങൾ, നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വിഷമങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ കാലിൽ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതിനാണ് ഭഗവാൻ ആ ഗോളക അണിയുന്നത്. ഭഗവാൻ നിത്യതാപസനാണ്, ഭഗവാന് ഗോളകയുടെ ഒന്നും ആവശ്യമില്ല. എങ്കിലും നമ്മുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ ഗോളകയൊക്കെ അണിഞ്ഞ് അന്നേ ദിവസം നമുക്ക് ദർശനം തരുന്നത്. അതുകൊണ്ട് സന്നിധാനത്ത് പോയി മണ്ഡലപൂജ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ. അവിടെ പോകാൻ സാധിക്കാത്ത നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾ, മറ്റ് ആളുകൾ എല്ലാവരും ഉണ്ടാവും. അവർക്കൊക്കെ ചിലപ്പോൾ ഭഗവാനെ അവിടെ ചെന്ന് കാണാൻ സാധിച്ചോളണമെന്നില്ല. എങ്കിലും ഈ മണ്ഡലപൂജ നടക്കുന്ന സമയത്ത് ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ഒരു ചിത്രത്തിന് മുമ്പിലോ ഭഗവാന്റെ ഒരു വിഗ്രഹത്തിന് മുമ്പിലോ ഒരു നെയ്ത്തിരി കത്തിച്ച് വെച്ചുകൊണ്ട് ഇന്ന് ഞാനും ഭഗവാനെ അങ്ങയുടെ മണ്ഡലപൂജയിൽ പങ്കെടുക്കാൻ പോകുന്നു, എനിക്കും അങ്ങയുടെ സന്നിധാനത്ത് നിൽക്കുന്ന ഭക്തന് എന്തനുഭൂതിയാണോ ഉണ്ടാവുന്നത് ആ അനുഭൂതി എൻ്റെ ഉള്ളിലും പ്രകടമാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. ഭഗവാനെ പ്രാർത്ഥിക്കാൻ, ഭഗവാനെ നമസ്കരിക്കാൻ നമുക്കാർക്കും ഒരു തടസ്സവും നമ്മുടെ ധർമ്മം അനുഷ്ഠിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ ചെന്ന് ഭഗവാനെ കാണാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും, നമ്മളെവിടെയാണോ ഉള്ളത് അവിടേക്ക് ഭഗവാനെ വിളിച്ചു വരുത്തി ഭഗവാന്റെ മണ്ഡലപൂജ നടത്താൻ നമുക്കും ഒരേപോലെ സ്വാതന്ത്ര്യം തരുന്നൊരു സനാതന ധർമ്മത്തിലാണ് നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ വന്ന് ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മണ്ഡലപൂജ സമയത്ത് ആ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ ഭഗവാന്റെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. എത്ര തിരക്കുണ്ടായാലും കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകണം. അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ വളരുന്ന കുട്ടികൾ ജീവിതത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. ശ്രീപത്മനാഭന്റെ ദാസന്മാരായി ജീവിക്കുന്നത് ഈ ജന്മത്തിലെ ഏറ്റവും വലിയ മഹാപുണ്യമാണെന്ന് കരുതുന്നവരാണ് തിരുവനന്തപുരം നിവാസികൾ. ശ്രീപത്മനാഭ എന്നുള്ള വിളി ആത്മതാളമായി ജീവിതത്തിന്റെ ശ്രുതിയും ലയവുമാകുമ്പോൾ പത്മനാഭന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ശ്രീപത്മനാഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റനവധി മഹാക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുവെന്നതാണ് സത്യം. ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയോട് ചേർന്ന് കോട്ടയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്ര സമുച്ചയമാണ് ശ്രീ മിത്രാനന്തപുരം ക്ഷേത്രം. സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ സംഗമഭൂമിയാണിവിടം. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ദർശന സൗഭാഗ്യം ഒന്നിച്ച് ഒരു ഭൂമിയിൽ നിന്ന് കിട്ടുക എന്നതും
അപൂർവമായ പുണ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ മിത്രാനന്തപുരം ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ എത്തുന്ന ഏതൊരു ഭക്തനും ആദ്യ ദർശനവേളയിൽ തന്നെ ആനന്ദമയമാകുന്ന ആത്മബോധത്തിൽ നിന്നും അനുഭവിച്ചറിയുന്ന പുണ്യോത്സവങ്ങളുടെ ഈ പ്രദക്ഷിണ വഴികളിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും തിരികെ പോകാൻ കഴിയാത്തതും. അത്രയ്ക്കും അനിർവചനീയമായ ആനന്ദാനുഭൂതി തന്നെയാണ് ശ്രീ മിത്രാനന്തപുരം ക്ഷേത്ര ദർശനം നമുക്ക് നൽകുന്നത്. പത്മനാഭ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം എത്രയാണോ, ഒരുപക്ഷെ അത്രത്തോളം കാലപ്പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടാകും എന്നാണ് പഴമക്കാർ പറയുന്നത്. നാലമ്പലത്തിനുള്ളിൽ നിരവധി കൽത്തൂണുകളാണ്. ശ്രീകോവിലിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴികൾ പരമാവധി വീതിയുള്ളത് തന്നെയാണ്. ബ്രഹ്മക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തന്നെയാണ്. ശിലാശില്പങ്ങളാൽ സമ്പന്നമായ ചതുര ശ്രീകോവിൽ സാധാരണ ശ്രീകോവിലുകളെക്കാളും ഉയരമുള്ളതാണ്. ശ്രീകോവിലിന് മുകളിൽ തട്ടുതട്ടായി തിരിച്ച് ശിലാചരിതങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ബ്രഹ്മക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വളരെ ചെറിയൊരു ശ്രീകോവിലിൽ ഗണപതി വിഗ്രഹമുണ്ട്. ഇവിടുത്തെ ഗണപതി ഭഗവാനെ ഉച്ഛിഷ്ട ഗണപതി എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഗണപതി ഭഗവാനെ ദർശിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത്. പ്രധാന പ്രതിഷ്ഠയായ ബ്രഹ്മദേവനോളം പ്രാധാന്യം നൽകിയാണ് ഇവിടെ ഉച്ഛിഷ്ട ഗണപതിക്കും പൂജകൾ നടത്തുന്നത്. നാലമ്പലത്തിന് പുറത്തായി നിൽക്കുന്ന വലിയ ആൽമരച്ചുവട്ടിൽ നാഗദൈവങ്ങളെയും വച്ചാരാധിക്കുന്നുണ്ട്. ബ്രഹ്മക്ഷേത്രത്തിലെ മഹാദർശനത്തിലൂടെ സൃഷ്ടിദേവനുമായി ആത്മാവ് സംഗമിച്ചു കഴിയുമ്പോൾ ഇനി സ്ഥിതിയുടെ നാഥനായ വിഷ്ണു ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നടക്കാം. മിത്രാനന്തപുരം ക്ഷേത്രങ്ങളിലെ ചുറ്റമ്പലത്തിന് മുന്നിലെ കാഴ്ചകൾ നാലമ്പലത്തിനുള്ളിലെ കാഴ്ചകൾ പോലെ ആകർഷകമല്ലെങ്കിലും സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചുറ്റമ്പലം തന്നെയാണ് 3 ക്ഷേത്രങ്ങളുടേതും. വിഷ്ണു ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന ഗരുഡ ഭഗവാനെ കാണാം. ബ്രഹ്മക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി വിഷ്ണു ഭഗവാന് വട്ടശ്രീകോവിലാണ്. വട്ടശ്രീകോവിലിന് ചുറ്റും ഭഗവാന്റെ അവതാര രൂപങ്ങൾ ചിത്രങ്ങളായി വരച്ചു വച്ചിട്ടുണ്ട്. പത്മനാഭപുരം ചരിത്രങ്ങളിലെ പഴയ താളിയോലകളിൽ പറഞ്ഞിരിക്കുന്നതിൻ പ്രകാരം ശ്രീകൃഷ്ണ വിഗ്രഹമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്ന് ഒരഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെ സർവ്വതിൻ്റെയും നിലനിൽപ്പിന് ആധാരം ഭഗവാൻ തന്നെയാണല്ലോ. സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമൊക്കെ ഭഗവാന്റെ അകക്കണ്ണിന് കണ്ണാടിയിലെ പ്രതിബിംബം എന്ന പോലെ സുതാര്യമായ കാഴ്ചകളാണല്ലോ. അനാദിയായ കാലത്തിന്റെ നിലനിൽപ്പിന് അതാത് കാലഘട്ടങ്ങളിൽ സർവചരാചരങ്ങളെയും എങ്ങനെയൊക്കെ നിലനിർത്തണമെന്നതും ഭഗവാന്റെ കർമ്മം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഉള്ളിൽ സർവയുഗങ്ങളിലെയും ഇരുളും വെളിച്ചവും ജനിമൃതികളും പ്രളയവുമൊക്കെ അതാത് യുഗങ്ങൾക്ക് മുമ്പേ തെളിഞ്ഞു നിൽക്കുന്നു. ഓരോ യുഗങ്ങളിലും സംഭവിക്കാനിരിക്കുന്നതൊക്കെയും മുൻകൂട്ടി അറിയുന്നത് കൊണ്ടാകാം ഭഗവാന്റെ ചുണ്ടുകൾ സദാ പുഞ്ചിരി തൂകി നിൽക്കുന്നതും. ഭഗവാൻ എല്ലാം മുൻകൂട്ടി അറിയുന്നുവെന്നതിന് ഉദാഹരണമായി നിരവധി കഥകളാണ് നിലനിൽക്കുന്നത്. ഒരിക്കൽ വൈകുണ്ഠത്തിലേക്ക് വരുന്ന ഭഗവാൻ അവിടെ ഇരിക്കുന്ന പ്രാവിനെ കണ്ട് ഒരു നിമിഷം ചിന്താമഗ്നാകുന്നു. ഭഗവാന്റെ പതിവില്ലാത്ത നോട്ടം കണ്ട് പ്രാവിന്റെ ഉള്ളിലും ഒരാദി പടർന്നു. ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ ഗരുഡ ഭഗവാനോട് പ്രാവ് ഭഗവാന്റെ നോട്ടത്തിൽ തനിക്ക് വല്ലാത്ത മരണഭയം തോന്നുന്നുവെന്ന് സങ്കടം പറയുന്നു. പ്രാവിനെ സമാധാനിപ്പിക്കാൻ ഗരുഡ ഭഗവാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പ്രാവിന്റെ ആദി കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ പ്രാവിനെ രക്ഷിക്കാനായി ഗരുഡൻ പ്രാവിനെയും എടുത്തുകൊണ്ട് പറന്ന് ഒരുപാട് യോജനകൾക്കപ്പുറമുള്ള മലമുകളിൽ എത്തുന്നു. പ്രാവ് തന്റെ 100 ജന്മങ്ങൾ പറന്നാലും എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലത്താണ് ഗരുഡ ഭഗവാൻ നിമിഷ നേരം കൊണ്ട് എത്തിച്ചതെന്ന് തിരിച്ചറിയുന്ന പ്രാവ് ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് ഗരുഡ ഭഗവാന് നന്ദി പറയുന്നു. പ്രാവ് മനസ്സിലാഗ്രഹിക്കുന്ന നിമിഷം തിരികെ വന്ന് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഉറപ്പു നൽകി ഗരുഡ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പറക്കുന്നു. വൈകുണ്ഠത്തിലെത്തിയ ഗരുഡനോട് ഭഗവാൻ അവിടെ ഇരുന്ന പ്രാവിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ
ഗരുഡൻ പ്രാവിനുണ്ടായ മരണഭയത്തെക്കുറിച്ച് പറയുകയും അവനെ രക്ഷിക്കുവാനായി ഗരുഡ ഭഗവാൻ ചെയ്ത സാഹസിക പ്രവൃത്തിയെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, നീ ചെയ്തത് വളരെ നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. കാരണം ഞാൻ ആ പ്രാവിനെ ഇവിടെ കണ്ടപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് 100 ജന്മങ്ങൾക്കപ്പുറം പ്രാവിന് പറന്നു ചെല്ലാൻ കഴിയാത്ത മലമുകളിലെ പാമ്പിന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഭക്ഷണമാകേണ്ട ജന്മമായിരുന്നു പ്രാവിൻ്റേത് എന്നതാണ്. ഒടുവിൽ അത് നിന്നിലൂടെ സംഭവിച്ചു. ഇത് കേട്ട് മനോവിഷമത്തിൽ ആണ്ടുപോകുന്ന ഗരുഡ ഭഗവാനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ജനിമൃതികൾ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായത് തന്നെയാണ്. സംഭവിക്കേണ്ടതൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ അതാത് നിമിഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് തന്നെയാണ് കാലം. വിഷ്ണു ഭഗവാനെ വണങ്ങിക്കഴിഞ്ഞാൽ ത്രിലോകങ്ങളുടെയും നാഥനായ മഹാദേവന്റെ സന്നിധിയിലേക്കാണ് അടുത്ത യാത്ര. രത്നൈകൽപിതമാനസം ഹിമജലൈഃ സ്നാനം ച ദിവ്യാംബരം. സർവപാപ പരിഹാരങ്ങൾക്കുമായി ഭഗവാന്റെ മുന്നിൽ മനസ്സും ശരീരവും സമർപ്പിക്കാം. സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കർമ്മപാപങ്ങളിൽ നിന്നും കർമ്മമാലിന്യങ്ങളിൽ നിന്നും മുക്തി കിട്ടുവാൻ ശ്രീ പരമേശ്വര ദർശനത്തിനപ്പുറം മറ്റൊരു ദർശനഭാഗ്യമില്ല തന്നെ. ദീപം ദേവദയാനിധേ പശുപതേ. സമചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ് ശിവക്ഷേത്രത്തിലേത്. നമസ്കാര മണ്ഡപത്തിനുള്ളിൽ നന്ദിദേവൻ ഭഗവാനെ ദർശിച്ചിരിക്കുന്നു. ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തോളം തന്നെ പഴക്കമുണ്ട് നന്ദി പ്രതിഷ്ഠയ്ക്കെന്നാണ് പറയുന്നത്. ജാതി ചമ്പകവില്വപത്രരചിതം. അതിപുരാതനമായ ശ്രീകോവിൽ ചുറ്റിവരുമ്പോൾ ഒരു വശത്തായി ഭിത്തിയിൽ മനോഹരമായ ഗണപതി ഭഗവാന്റെ ഒരു ചുമർ ചിത്രം കാണാം. പണ്ടൊരിക്കൽ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യത്തോടെ തന്നെ ഇവിടെ ഒരു മഹായാഗം നടന്നിരുന്നുവെന്ന് ക്ഷേത്ര ചരിത്രം പറയുന്നു. യാഗത്തിൽ സൂര്യഭഗവാൻ സന്തുഷ്ടനാകുകയും ചെയ്തു. അങ്ങനെ മിത്രഭഗവാനെ ആനന്ദിപ്പിച്ച സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഇവിടം മിത്രാനന്തപുരമെന്ന് അറിയപ്പെട്ടു തുടങ്ങിയതെന്നും ക്ഷേത്രത്തിന്റെ ആത്മീയ രേഖകളിൽ പറയുന്നു. അങ്ങനെ മഹായാഗങ്ങൾ നടന്ന പുണ്യഭൂമി കൂടിയാണിവിടം. യാഗഭൂമിയുടെ പ്രതീകമായി ശിവനടയുടെ മുന്നിൽ ഹോമകുണ്ഡങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് കാണാം. കോട്ടയ്ക്കുള്ളിൽ അധികമാരും അറിയപ്പെടാതെ കിടക്കുന്ന ഈ പ്രദേശം പ്രശാന്ത സുന്ദരമായ ഒരാശ്രമ അന്തരീക്ഷം പോലെ മനോഹരമാണ്. നിരവധി വൃക്ഷലതാദികളാൽ നിറഞ്ഞ പ്രദേശം സദാ നേർത്ത കാറ്റ് വീശി കുളിർമയുള്ളതാക്കുന്നു. തണലേകുന്ന മരങ്ങൾക്ക് നടുവിലായി തീർത്ഥക്കുളം കാണാം. ഇവിടത്തെ തീർത്ഥക്കുളത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിമാർ താമസിക്കുന്ന നമ്പിമഠം മിത്രാനന്തപുരം ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പിമാർ നിത്യവും ഈ തീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഓലക്കുടയും ചൂടിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജകൾക്കായുള്ള യാത്രകൾ ആരംഭിക്കുന്നത്. ഒരിക്കൽ നമ്പിമഠങ്ങൾക്ക് മാത്രം പൂജാതി കർമ്മം ചെയ്യുവാനും ആരാധിക്കുവാനുമുള്ളതായിരുന്നുവത്രേ ശ്രീ മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രം. ത്രിമൂർത്തി ക്ഷേത്രങ്ങളിൽ ആദ്യം ദീപാരാധന നടത്തുന്നത് ശിവനടയിലാണ്. ഈ ഒരു നിമിഷം തിരിച്ചറിയിപ്പിക്കുന്ന ആനന്ദവേളകൾ തന്നെയാണ് ഭഗവാന് മുന്നിലേക്കുള്ള ആനന്ദയാത്രകൾക്കായി നമ്മിലെ ആത്മാവ് നമ്മെ നിരന്തരം മോഹിപ്പിക്കുന്നതും. ശിവനടയിലെ പൂജകൾ കഴിഞ്ഞാൽ വിഷ്ണുനടയിലെ പൂജകൾക്കായുള്ള ഒരുക്കങ്ങളാണ്. ശ്രീകോവിലിനുള്ളിലെ ഓരോ ദീപങ്ങളിലും ഭഗവാന്റെ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നത് പോലെ ശംഖചക്ര ഗദപത്മധാരിയായ ഭഗവാനിൽ നിന്നുള്ള പ്രകാശധാര പാപങ്ങളുടെ ഇരുളുകളിൽ നിന്നും പുണ്യങ്ങളുടെ പ്രകാശ വഴികളിലേക്ക് തന്നെയാണ് നമ്മെ നയിക്കുന്നതും. ബ്രഹ്മാവ് യോഗനിദ്രാഭാവത്തിലിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മക്ഷേത്രത്തിൽ ദീപാരാധന നടത്താറില്ല. പകരം അത്താഴ പൂജയാണ്. അങ്ങനെ ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ നിന്ന് അത്യപൂർവമായ ദർശന പുണ്യം കിട്ടുമ്പോൾ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ അനുഗ്രഹാശിസ്സുകൾ നിറഞ്ഞു നിൽക്കട്ടെ.
നിഷ്കാമമായിരിക്കണം, എങ്കിലേ ദുഃഖത്തെ ഒഴിവാക്കാനാകുള്ളൂ. ഏവർക്കും നല്ലത് ഭവിക്കട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.